Welcome to Excellent Academy's another video program. രണ്ട് മാത്തമാറ്റിക്സിന്റെ വീഡിയോകൾ നിങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. നമ്മളിതൊരു COVID-19 പശ്ചാത്തലത്തിൽ നമുക്ക് സാങ്കേതികമായിട്ടുള്ള ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങാനുള്ള സാഹചര്യം നിലവിലില്ല. ക്ലാസ്സുകളാണെങ്കിൽ എന്ന് തുറക്കും, സ്കൂളുകൾ എന്ന് തുറക്കുമെന്നും ഒരു അൺസർട്ടനിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് us. So we have to start our class. That is why we started with this limited technological support. So നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വെൽ എക്യുപ്ഡ് ആയിട്ട് വിത്ത് ഫുൾ ടെക്നോളജിക്കൽ സപ്പോർട്ടോട് കൂടിയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അക്കാദമിക് ഇയറിന്റെ എൻഡ് വരെ എക്സാമിന്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കണ്ടിന്യൂസ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ ഓൾറെഡി ഒരുക്കി കഴിഞ്ഞു. ഇനി കുറച്ച് സപ്പോർട്ട് കൂടി നമുക്ക് അതിന് ആവശ്യമാണ്, ടെക്നോളജിക്കൽ സപ്പോർട്ട് ദാറ്റ് യു ക്യാൻ എക്സ്പെക്ട് വിതിൻ ഡേയ്സ് ഓർ വിതിൻ എ ഫ്യൂ വീക്സ്. ഓക്കെ, വി കം ബാക്ക് ടു അവർ ക്ലാസ്. നിങ്ങൾ ഓൾറെഡി ഇപ്പോ മാത്തമാറ്റിക്സിന്റെ സെബാസ്റ്റ്യൻ സാറിന്റെ മാത്തമാറ്റിക്സിന്റെ 2 വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇന്ന് ഞാൻ ഇംഗ്ലീഷിന്റെ ഒരു വീഡിയോ പ്രോഗ്രാമിലേക്ക് വരികയാണ്. ഇംഗ്ലീഷ് ക്ലാസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ മാത്തമാറ്റിക്സ് ആണ് നമുക്ക് ഒരു SSLC സ്റ്റുഡന്റിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഫുൾ A+ ആണ്. ഏറ്റവും വലിയ എക്സ്പെക്ടേഷൻ അതാണ്. ദേ എക്സ്പെക്ട് ഫുൾ A+. അപ്പോൾ ഈ ഫുൾ A+ന്റെ ആ ലക്ഷ്യത്തിലേക്കുള്ള സാക്ഷാത്കാരത്തിന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്തമാറ്റിക്സ് ഒരു നമ്മള് എന്താ പറയാ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സബ്ജക്റ്റ് ആണ്. കെമിസ്ട്രി, ഫിസിക്സ്, ചില സമയങ്ങളിൽ ഇംഗ്ലീഷ് നമ്മളെ A+ൽ നിന്നും Aയിലേക്ക് പിന്മാറിക്കളയും. അപ്പൊ അത് ഒരിക്കലും സംഭവിക്കരുത്. കാരണം നമുക്ക് A+ കിട്ടേണ്ട ഒരു സബ്ജക്റ്റിന് Aയിലേക്ക് ഒതുങ്ങുക എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മളവിടെ ലിമിറ്റഡ് ആയി പോകും. അപ്പൊ ആ ഒരു ക്രൈസിസ് നമുക്ക് വരാതിരിക്കാൻ പറ്റിയ രീതിയിൽ വേണം നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാനായിട്ട്. അപ്പൊ ഞാനിന്ന് ആദ്യം പറയാൻ പോകുന്നത്, നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കാൻ എന്നെ കൂടാതെ വേറെ 2-3 പേര് കൂടി ഉണ്ട്. ലിറ്ററേച്ചറൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പോയം ഒരാളായിരിക്കും, മറ്റേ ലെസൺ ഒരാളായിരിക്കും, ഗ്രാമാറ്റിക്കൽ പാർട്സ് കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കും, കമ്പ്യൂട്ടർ എല്ലാം സെപ്പറേറ്റ് ഫാക്കൽറ്റീസ് ആണ് നമുക്കുള്ളത്. ഈവൻ നിങ്ങൾക്ക് SSLCക്ക് വേണ്ടി മാത്രമായിട്ട് ഹയർ സ്റ്റഡീസിന് അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇംഗ്ലീഷിൽ ഔട്ട് ഓഫ് 100 ആണ് മാർക്സ്. ഈ 100 എന്ന് പറയുന്നത് 20 മാർക്സ് നമുക്ക് ഇന്റേണൽ അസസ്മെന്റ് ആണ്. ദാറ്റ് വി ഗെറ്റ് ഫ്രം അവർ സ്കൂൾ. ഒരു സെർട്ടനിറ്റി ഉള്ള മാർക്കാണ്. 19, 18, 20 മാക്സിമം നമുക്ക് കിട്ടാവുന്ന ഒരു മാർക്കാണ് ഇന്റേണൽ അസസ്മെന്റിന്റെ. പിന്നെ നമ്മളുടെ വർക്കിൽ നിന്ന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ, നമ്മൾ പഠിക്കുന്ന പോയംസ്, ലെസൺസ് ഒക്കെ ലിറ്ററേച്ചറിൽ നിന്ന് നമുക്ക് 30 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ സ്കില്ല് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ് ആണ്. നമുക്കറിയാം ടോഫൽ, IELTS പോലെയുള്ള എക്സാമുകളിലൊക്കെ സ്കില്ലുകളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. റീഡിംഗ് സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റിംഗ് സ്കിൽ, ലിസണിംഗ് സ്കിൽ, സ്പീക്കിംഗ് സ്കിൽ. ദീസ് 4 സ്കിൽസ് ആർ ടെസ്റ്റഡ്. ഓൾ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യുന്നത് 4 ടെസ്റ്റുകളാണ്. ഇവിടെ നിങ്ങൾക്ക് യു ആർ ഗോയിങ് ടു അറ്റൻഡ് യുവർ ഫസ്റ്റ് പബ്ലിക് എക്സാം. SSLC എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ പബ്ലിക് എക്സാം ആണ്. അപ്പൊ ഇംഗ്ലീഷിൽ നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു പബ്ലിക് എക്സാം ആണ്. അപ്പൊ അതിൽ നമ്മുടെ ടെസ്റ്റുകളെ ഏതൊക്കെ സ്കില്ലുകളാണ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ ഇന്റേണൽ അസസ്മെന്റ് കഴിഞ്ഞിട്ടുള്ള 20 മാർക്ക് കഴിഞ്ഞ ബാക്കി 80 മാർക്ക് നമ്മൾ എഴുതി തന്നെ വാങ്ങേണ്ട മാർക്കാണ്. വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് ബൈ അവർ ഓൺ എഫേർട്ട്. ഇന്റേണൽ അസസ്മെന്റ് എഫേർട്ട് തന്നെ, ബട്ട് ഇത് നമ്മുടെ ഹാർഡ് വർക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റിന് 30 മാർക്സ്. റൈറ്റിംഗ് സ്കിൽ ആൻഡ് ഗ്രാമർ വെരി ഇമ്പോർട്ടന്റ് പാർട്ടാണ്. റൈറ്റിംഗ് സ്കിൽ ആൻഡ് ഗ്രാമർ, നമ്മൾ റൈറ്റിംഗ് സ്കില്ല് ടെസ്റ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളൊക്കെയാണ്. റൈറ്റപ്പ് എഴുതാനുണ്ടാവും, പ്രൊഫൈൽ എഴുതാനുണ്ടാവും, പിന്നെ എന്താ പറയാ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. ഒത്തിരി ചോദ്യങ്ങൾ അങ്ങനെ വരും. ലെറ്റർ റൈറ്റിംഗ് ഉണ്ടാവും. അതൊക്കെ ഈ റൈറ്റിംഗ് സ്കിൽ ആൻഡ് ഗ്രാമറിൽ വരുന്ന 30 മാർക്സ് ആണ്. പിന്നെ അനദർ റീഡിംഗ് സ്കില്ല് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് റീഡ് ചെയ്യാനുള്ള കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാലോ, പാരഗ്രാഫ് ടെക്സ്റ്റ് ബേസ് പാരഗ്രാഫ് തരുന്നു, പോയത്തിന്റെ സ്റ്റാൻസ് തരുന്നു. ഈ സ്റ്റാൻസ് വായിച്ചിട്ട് നമുക്ക് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് ഹൗ മച്ച് യുവർ കോംപ്രിഹെൻസീവ് സ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ടെസ്റ്റഡ്. അപ്പൊ ആ കോംപ്രിഹെൻസീവ് സ്കിൽ അറിയുന്ന റീഡിംഗ് സ്കില്ലിന് 20 മാർക്സ്. സോ അങ്ങനെ 20 മാർക്സ് റീഡിംഗ് സ്കിൽ, 30 marks writing skill and grammar, and 30 marks for literature, and 20 marks for internal assessment. Total out of 100.
ഒരു A+ എന്ന് പറഞ്ഞാൽ 90% മാർക്സ് ആണ്. സോ യു ഹാവ് ടു ഗെറ്റ് ഇറ്റ്. സോ ടുഡേ വി സ്റ്റാർട്ട് ദിസ് റൈറ്റിംഗ് സ്കിൽ ആൻഡ് ഗ്രാമർ സെക്ഷൻ. റൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ച് പറയുമ്പോൾ റൈറ്റിംഗ് സ്കില്ലിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രൊഫൈലിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, കോൺവെർസേഷൻ പ്രാക്ടീസിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം, ലെറ്റർ റൈറ്റിംഗ്, നോട്ടീസ്, ഇതെല്ലാം നമുക്ക് സ്കോർ ചെയ്യാം. നമ്മൾ ട്രാപ്പിലായി പോകുന്ന ചില സന്ദർഭങ്ങളിലെങ്കിലും certain സിറ്റുവേഷൻസ് നമുക്ക് എറേഴ്സ് തെറ്റുപറ്റാൻ സാധ്യതയുള്ളത് ഗ്രാമറിന്റെ സെക്ഷനാണ്. റൈറ്റിംഗ് സ്കില്ലിൽ തന്നെ ഗ്രാമറിന്റെ സെക്ഷൻ വരുമ്പോൾ കോമ്പോസിഷൻ നോ പ്രോബ്ലം. ഗ്രാമറിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഗ്രാമർ സെക്ഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ട് സ്പീച്ച്, ഇൻഡയറക്റ്റ് റിപ്പോർട്ട് സ്പീച്ച് ഉണ്ട്, പിന്നെ എന്താ പറയാ എഡിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്താ പറയാ ഫ്രൈസൽ വേർബ്സ്. വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫ്രൈസൽ വേർബിലാണ്. കാരണം ഫ്രൈസൽ വേർബിന്റെ 4 മാർക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രിപ്പോസിഷൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്, 4 മാർക്ക്. റിപ്പോർട്ട് സ്പീച്ച് 2 മാർക്ക്. അപ്പൊ 4, 4, 8, 2, 10 ആയി. പിന്നെ നമുക്ക് എന്താ പറയാ എഡിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ടെൻസ്, നമ്മുടെ ടെൻസ്, സീക്വൻസ് ഓഫ് ടെൻസ്, ഇതെല്ലാം ഗോയിങ് ടു ബി ടെസ്റ്റഡ് ഇൻ ദാറ്റ് സെക്ഷൻ. എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്ത് നേടേണ്ട മാർക്ക് തന്നെയാണ്. അപ്പൊ ഈ ഗ്രാമറിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ us. ഈ ഗ്രാമറിന്റെ മാർക്ക് മാത്രമാണ് അവാർഡ് ചെയ്യപ്പെടുന്നത് എപ്പോ മാത്രമാണ് ആൻസർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. സോ ഗ്രാമറ്റിക്കൽ accuracy that has to be attained by our own effort, by constant practice. So ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന മാർക്കാണ് ഫ്രൈസൽ വേർബ്സ്. ഫ്രൈസൽ വേർബ്സിന്റെ 4 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന്, നമുക്ക് ഒരിക്കലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവില്ല. കാരണം ഒന്നല്ലെങ്കിൽ റീപ്ലേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബ്ലാങ്ക് ഫില്ല് ചെയ്താൽ മതി, ഫ്രൈസ് എടുത്ത് എഴുതിയാൽ മതി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യില്ല, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. 4 മാർക്ക് സെക്യൂർഡ് മാർക്സ് ആണ്. സോ യു ഹാവ് ടു ഗെറ്റ് ദാറ്റ് ഫുൾ മാർക്സ് ഫോർ ഫ്രൈസൽ വേർബ്സ്. Today we start with the phrasal verb. So you know what is phrasal verb. ഫ്രേസുകളൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യു ജസ്റ്റ് തിങ്ക്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, ഇറ്റ്സ് ഇന്റർനാഷണൽ ലാംഗ്വേജ്. നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഭാഷയാണ്. നമുക്കപ്പോ A+ എന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ടാക്കുക, ഇംഗ്ലീഷിൽ നല്ലൊരു പ്രൊഫിഷ്യൻസി ഉണ്ടാക്കുക, അത് നേടുക എന്നുള്ളത് ഇത് ഈ നമ്മുടെ പഠനത്തിന്റെ ഒരു ഭാഗമാണ്. മാർക്ക് സ്കോർ ചെയ്യൽ മാത്രമല്ല, നമുക്ക് അറിവ് നേടുക എന്ന് പറയുന്നത് കൂടി പഠനത്തിന്റെ ഒരു ഭാഗമാക്കണം. അപ്പൊ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഫ്രേസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം യുവർ ഇംഗ്ലീഷ് ഈസ് ജഡ്ജ്ഡ് ബൈ യുവർ ഫ്രേസസ്, യുവർ ഇഡിയംസ്, യുവർ പ്രിപ്പോസിഷൻസ്. ഇത് 3ഉമാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ എന്താ പറയാ, നമ്മുടെ ഇംഗ്ലീഷിൽ എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസുകളും നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയംസും നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനുകളുമാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ ലെവൽ തന്നെ നിശ്ചയിക്കുന്നത്. അപ്പൊ നല്ലൊരു ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ലേൺ ഫ്രേസൽ വെർബ്സ്, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഫ്രേസൽ വെർബ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഫ്രേസൽ വെർബ്? ഫ്രേസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. സെറ്റ് ഔട്ട്, went on, came across, make out, put across. 4 ഫ്രേസുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഫ്രേസ് ആയത് നോക്കി. സെറ്റ് എന്ന് പറയുന്ന ഒരു വെർബാണ്. സെറ്റ് ഔട്ട് ഈ ഒരു വെർബും ഒരു പ്രിപ്പോസിഷനും. സോ ദർ ഇസ് എ ഫ്രേസൽ വെർബ്. went on, went എന്ന് പറയുന്ന ഒരു വെർബാണ്. go, went, gone. So went is a verb and on is a preposition. So this is a phrasal verb, and it gives a entirely different meaning. So when people speak English, they always use phrases. അവരുടെ സ്റ്റാൻഡേർഡിന്റെ ഒരു ഭാഗമാണ്. സംസാരത്തിൽ വരുമ്പോൾ അവർ ഫ്രേസുകൾ ഉപയോഗിക്കും. ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു ഫ്രേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെന്തെങ്കിലും ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്തു. ആ പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓ പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്തു. പക്ഷെ ഒരു ആവറേജിന് ഇംഗ്ലീഷിന് മേളിലുള്ള ഒരാൾക്ക് ഒരിക്കലും പോസ്റ്റ്പോൺ എന്ന് പറയില്ല. അദ്ദേഹം പറയുന്നത് എന്തായിരിക്കും? ഓ ഐ ഹാവ് ടു പുട്ട് ഓഫ് മൈ പ്രോഗ്രാം ടിൽ നെക്സ്റ്റ് സൺഡേ ബിക്കോസ് സം പ്രോബ്ലംസ് വിത്ത് മീ, സോ ഐ ഹാവ് ടു പുട്ട് ഓഫ് പോസ്റ്റ്പോൺ. അപ്പൊ പോസ്റ്റ്പോൺ എന്ന് പറയുന്നത് ഒരു വെർബാണ്. അതിന്റെ ഫ്രേസ് ആണ് പുട്ട് ഓഫ്.
ഇപ്പൊ പുട്ട് ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് അറിയാത്ത ഒരാൾക്ക് അത് പോസ്റ്റ്പോൺ എന്ന് മനസ്സിലാവില്ല. പക്ഷേ പോസ്റ്റ്പോൺ എന്ന് പറയുന്ന ഒരു വേർഡ് സംസാരത്തിൽ കഴിയുന്ന ആളുകൾ ഉപയോഗിക്കാറില്ല. എല്ലാവരും പുട്ട് ഓഫ്, ഐ പുട്ട് ഓഫ്, ഓൾറെഡി പുട്ട് ഓഫ് മൈ പ്രോഗ്രാം. സോ ഫ്രേസിന്റെ പഠനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഭാഷയുടെ നിലവാരത്തിലും ആവശ്യമാണ്. നല്ലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ആവശ്യമാണ്. അപ്പോൾ SSLC സ്റ്റുഡന്റ്, you have to learn maximum phrasal verbs in this academic year and you enrich your English at the maximum level. So we come back. So ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഫ്രേസുകളൊക്കെ നോക്കുക. Set out, went on, came across, make out and put across. These are the 4 phrases. And we have to fill these phrases with this given passage. Fill this passage with this suitable phrases. Where it is suitable, you fill it. And you answer it. 4 marks ആണ് നമുക്ക് ഇതിന് കിട്ടാൻ പോകുന്നത്. 4 marks. Very important. ഒരു SSLC പബ്ലിക് എക്സാമിനൊക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു എസ് എഴുതണമെന്ന് ആലോചിച്ച് നോക്കി. ലിറ്ററേച്ചറിൽ നമ്മൾ ഒരു എസ് എഴുതിയാൽ കിട്ടുന്ന 7 മാർക്കാണ്. Only 7 marks. To get that 7 marks, we have to write 1.5 page or 2 pages. അത്ര എഴുതിയാലാണ് നമുക്ക് കിട്ടുന്ന മാർക്ക്. Out of 7, we may get 6.5, 6 marks or 5.5 or see most of the people are above average get 6 marks. Right hand ഉള്ള സ്റ്റുഡൻസ് out of 7 they get 7 marks. പക്ഷെ എത്ര പേജ് എഴുതണം? ബട്ട് ഇവിടെ നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ ഈസി. ഫ്രേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കുക, ഇത് നിങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ ടെക്സ്റ്റിലെ തന്നെ ഒരു പാസേജ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ ഓരോ പാസേജുകളും കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ പഠിക്കണം. അത് കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യനും നല്ലതാണ്. ഫ്രേസസ് വേർബ്സ് അതിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ ബെനിഫിഷ്യൽ ആയിട്ട് തന്നെ അത് പഠിക്കണം ടെക്സ്റ്റ് പഠിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ദി 2 gentlemen of Verona ആ ലെസണിലെ ഒരു പാസേജ് ആണ് തന്നിരിക്കുന്നത്. പാസേജ് ഞാൻ വായിക്കാം. The 2 brothers dashed on a journey together. See, ആ പാരഗ്രാഫിന്റെ ഫസ്റ്റ് ഭാഗമാണ്. The 2 brothers dashed on a journey together. Then they dash a stone with an inscription on it. They dash a stone with an inscription on it. Then the third part of this paragraph, they tried to dash what it implied. They tried to dash what it implied. The elder brother dash, warning the younger brother about the danger of believing in such inscriptions. This is the paragraph. ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട് നമുക്ക് ഈ പാരഗ്രാഫ്. അപ്പൊ ഈ പാരഗ്രാഫിലേക്ക് നമ്മളൊന്ന് വരുമ്പോ the 2 brothers dash on a journey together. ഈ 2 സഹോദരന്മാര് ഒരുമിച്ച് ഒരു യാത്ര. അപ്പൊ നമുക്കിവിടെ അറിയാം, ആ യാത്ര എന്ന് പറയുമ്പോൾ യാത്ര എന്താ ചെയ്യുക? പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെട്ടു എന്നുള്ള ഒരു ഫ്രേസാണ് നമുക്ക് ഇതിൽ നിന്ന് വേണ്ടത്. യാത്ര പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടഡ്, അതിനേക്കില്ല അവിടെ സ്റ്റാർട്ടഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. The 2 brothers started. പക്ഷെ ഒരിക്കലും അതൊരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആവൂല, സ്റ്റാർട്ടഡ് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഫ്രേസ് കൊണ്ട് തന്നെ ഫില്ലപ്പ് ചെയ്യാം. The 2 brothers set out on a journey together. അവർ ഒരുമിച്ചൊരു യാത്ര പുറപ്പെട്ടു. അപ്പോൾ സെറ്റ് ഔട്ട് മീൻസ് സ്റ്റാർട്ട്. സെറ്റ് ഔട്ട് മീൻസ് സ്റ്റാർട്ട്. അത് അങ്ങനെ തന്നെ പഠിക്കണം. സെറ്റ് ഔട്ട്, സ്റ്റാർട്ട്, സെറ്റ് ഔട്ട്, സ്റ്റാർട്ട്. The 2 brothers set out a journey together. They dash a stone with an inscription on it. ഇപ്പൊ യാത്ര പുറപ്പെട്ട ഈ 2 സഹോദരന്മാര് എന്താണ് കണ്ടത്, അല്ലെങ്കിൽ എന്തിനെയാണ് ഫേസ് ചെയ്തത്? They dash a stone with, അവരൊരു ശിലാഫലകം, ഒരു സ്റ്റോൺ, വെറൊരു കല്ലല്ല, എന്തൊക്കെയോ ലിഖിതപ്പെടുത്തിയിരിക്കുന്ന, ലിഖിതങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന ഒരു സ്റ്റോൺ അവർ കാണുകയാണ്, അല്ലെങ്കിൽ അതിനെ നേരിടുകയാണ്. They dash a stone with an inscription on it. അപ്പൊ എന്തായിരിക്കും, ഏത് ഫ്രേസ് ആയിരിക്കും അവിടെ വരിക? They dash a stone, ഒരു ശിലാഫലകം, ഒരു ശിലയെ അവർ കണ്ടു, ഒരു വലിയ ശിലയെ അവർ കണ്ടു. ആ ശിലയിൽ some inscriptions on it, ചില ലിഖിതങ്ങൾ അവിടെ അവർ കണ്ടു. ആ ലിഖിതങ്ങളെ
കണ്ടു എന്ന് പറയാൻ, അല്ലെങ്കിൽ അവര് അതിനെ അഭിമുഖീകരിച്ചു എന്ന് പറയാൻ, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യും എന്ന് പറയാൻ പറ്റിയ ഫ്രേസ് ഏതാണ് ഇതിലൊന്ന് നോക്കി. സെറ്റ് ഔട്ട് പറ്റത്തില്ല, അതിപ്പോ നമുക്ക് മനസ്സിലായി. സെറ്റ് ഔട്ട് മീൻസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. വെന്റ് ഓൺ നിങ്ങൾക്കറിയോ? വെന്റ് ഓൺ നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മളിപ്പോ ഇത്രയും കൊല്ലം പഠിച്ചതല്ലേ, 8 കൊല്ലം പഠിക്കുന്നതാണല്ലോ ഫ്രേസൽ വേർബ്സ്. ഗോ ഓൺ ന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ് ഓൺ. ഗോ ഓൺ മീൻസ് കണ്ടിന്യൂ, വെന്റ് ഓൺ മീൻസ് കണ്ടിന്യൂഡ്. അപ്പൊ അതല്ല. came across, yes, came across, that's the correct. They came across a stone with an inscription on it. അതിന്മേൽ ഒരു ലിഖിതങ്ങളുള്ള ഒരു ശിലാഫലകത്തെ അവരെന്ത് ചെയ്തു? ഫേസ് ചെയ്തു. They came across, അഭിമുഖീകരിച്ചു, അവർ കണ്ടു. അവർ they tried to, അടുത്ത സെന്റൻസ് നോക്കാം. they tried to, അവർ എന്തിനു വേണ്ടി ശ്രമിച്ചു? they tried to dash what it implied. ഈ ലിഖിതങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? നൽകുന്നത് എന്താണ്? എന്താണ് ഈ ലിഖിതങ്ങളിൽ, ഈ സ്റ്റോണില് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്ന് അവർ ശ്രമിച്ചു. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലാക്കുക. they tried to understand എന്ന് വേണമെങ്കിൽ എഴുതാം, പക്ഷെ അവ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആവൂല. they tried to understand what it implied. കറക്റ്റ് ആണ്, പക്ഷെ നമുക്കത് എഴുതാൻ പാടില്ലല്ലോ. നമുക്ക് ഇതിന്റെ ഫ്രേസ് വേണമല്ലോ ഫില്ലപ്പ് ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യും? they tried to you know this, ഫോളോ ചെയ്ത് നോക്ക് നിങ്ങൾ. they tried to make out, very important. make out means clear, understand. എന്താണ് ആ ലിഖിതങ്ങൾ? ഈ ശിലാഫലകത്തിൽ എഴുതിയിരിക്കുന്ന ലിഖിതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചു. they tried to understand, they tried to clear, they tried to make out what it implied. എന്ത് സൂചിപ്പിക്കുന്നു? എന്താണ് ആ ഫലങ്ങളിൽ കാണുന്നത്? അവർ ശ്രമിച്ചു. ആ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ the elder brother, രണ്ട് ബ്രദേഴ്സ് ഒരുമിച്ചാണ് പോണത്. the elder brother dash, മൂത്ത സഹോദരൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? warning the younger ബ്രദറിനെ വാൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരുന്നു, സൂചനകൾ കൊടുത്തുകൊണ്ടേയിരുന്നു, വാണിംഗ് കൊടുത്തുകൊണ്ടേയിരുന്നു. about the danger, അപകടത്തെ കുറിച്ചുള്ള സൂചനകൾ. എന്ത് അപകടമാണ്? of believing in such inscriptions. ഈ ശിലാഫലങ്ങളിലേക്ക് എഴുതിയിരിക്കുന്ന ഇൻസ്ക്രിപ്ഷനിലൊന്നും വിശ്വസിക്കരുത് നീ, അതൊന്നും വായിക്കേണ്ട കാര്യമില്ല, നമുക്ക് ജേർണി തുടരാം എന്ന രീതിയിൽ വാണിംഗ് കൊടുത്തുകൊണ്ടേയിരുന്നു, തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോ ദ എൽഡർ ബ്രദർ ഡാഷ് വാണിംഗ് ഏതായിരിക്കും? തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് പറയുമ്പോ ഏതായിരിക്കും? went on. went on. The elder brother went on means continued. The elder brother continued warning the younger brother. younger brotherന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരുന്നു about the danger, അപകടത്തെ കുറിച്ച്. എന്താ അപകടത്തെ കുറിച്ച്? of believing in such inscriptions. ഇതുപോലെയുള്ള ഇൻസ്ക്രിപ്ഷൻസ് വായിക്കേണ്ട സമയമാണ് ഇതല്ല, വായിക്കേണ്ട കാര്യമില്ല. സൂപ്പർസിഷൻസ് ആവാം, അന്ധവിശ്വാസങ്ങളാവാം, എന്തെങ്കിലോ, അതിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, നമുക്ക് യാത്ര തുടരാം എന്നുള്ള രീതിയിൽ എൽഡർ ബ്രദർ വെന്റ് ഓൺ വാണിംഗ്. സോ ഒന്ന് ആലോചിച്ച് നോക്കാം, 4 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന. കിട്ടേണ്ടത് എന്താണ്? നമുക്ക് കിട്ടേണ്ടത് ഈ ഫ്രേസുകളുടെ മീനിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നുള്ളത്. 4 മാർക്ക് ഈസി. ഞാൻ പറഞ്ഞില്ലേ, ലിറ്ററേച്ചറിൽ നമ്മൾ ഒരു എസ്സേ എഴുതിയാൽ, ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ എഴുതിയാൽ 5 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 1.5 പേജ് എഴുതണം. ഒരു എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് 7 മാർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് 1.5 പേജ് യു ഹാവ് ടു റൈറ്റ്. ബട്ട് ഹിയർ യു ജസ്റ്റ് റൈറ്റ് 4 സെന്റൻസ്, യു ഗെറ്റ് 4 മാർക്സ്. സോ ഫ്രേസുകൾ നമുക്ക് ഇനിയും പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഹോംവർക്ക് തരിക. ഡിയർ മൈ സ്റ്റുഡൻസ്, യു ജസ്റ്റ് ഫോളോ ദിസ് ഹോംവർക്ക്, യു സെൻഡ് ഇറ്റ് ബാക്ക്. ഞങ്ങളുടെ സൈറ്റിലേക്ക് നിങ്ങൾ ഇത് അയക്കണം. എല്ലാം ശരിയാക്കുന്നവർക്ക് ഇനിയും നമുക്കിതുപോലെ പല എക്സസൈസുകൾ നമ്മൾ തരും. ഇതെല്ലാം ശരിയാക്കുന്നവർക്ക് യു വിൽ ബി ഗിവൺ മെറിറ്റ്സ് ആൻഡ് അവാർഡ്സ് ഫ്രം അവർ പ്രിൻസിപ്പൽ സെബാസ്റ്റ്യൻ സർ. ഹി ഓൾവേസ് എൻകറേജ് സച്ച് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് സ്റ്റുഡൻസ്. സോ നിങ്ങളിത് ഫില്ല് ചെയ്യുക, സെൻഡ് ചെയ്യുക അദ്ദേഹത്തിന്. അദ്ദേഹം അത് റിസീവ് ചെയ്യും, സെലക്ട് ചെയ്യും, സ്കോർ എഴുതി സൂക്ഷിക്കും ഞങ്ങൾ. അതുപോലെ ഇനിയുള്ള മാത്തമാറ്റിക്സിന്റെ ഹോംവർക്കുകൾ ഉണ്ടാവും, നിങ്ങൾ സെൻഡ് ചെയ്യുക, ഞങ്ങൾക്ക് അയച്ചു തരിക, കറക്റ്റ് ചെയ്തതിന് ശേഷം. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് മന്ത് നമ്മൾ ക്ലാസ് തുടങ്ങുമല്ലോ, നേരിട്ടുള്ള ക്ലാസ്സുകൾ ഇത് വീണ്ടും കേൾക്കാം, നമുക്ക് വീണ്ടും കാണാം. കം ടു ദ ഹോംവർക്ക്.
ഹോംവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ 2 ടേബിൾ തന്നിട്ടുണ്ട്, എയും ബിയും ആണ്. എയില് തന്നിരിക്കുന്ന ഫ്രേസുകള് മീനിങ് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി അതിന്റെ ഫോട്ടോ വാട്സപ്പ് ചെയ്ത് നമ്മുടെ സൈറ്റിലേക്ക് നിങ്ങൾ അയച്ചു തരണം. നോക്കുക, ദ ഫ്രേസസ് പുട്ട് ഓൺ, യു ഫൈൻഡ് ദ ആൻസർ. കോൾ ഓൺ, കോൾ ഫോർ, സെറ്റ് ഓഫ്, put off and give up. This is for your homework. You do it and send it back. We will see you on another video. Till that time, goodbye.